ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് വാശി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. മേരി കോം താങ്കളുടെ വിവാഹ സമയത്ത് എല്ലാവരും താങ്കളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ബോക്സിംഗ് എല്ലാം ഉപേക്ഷിച്ച് കുടുംബം നോക്കണമെന്ന്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ താങ്കൾ എല്ലാം ഉപേക്ഷിച്ച് ട്രെയിനിങ്ങിന് വേണ്ടി പോയില്ലേ? ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചത് ബോക്സിംഗ് വിടാൻ വേണ്ടിയല്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കല്യാണമല്ല, ബോക്സിംഗിൽ എൻ്റെ കരിയർ രൂപീകരിക്കുന്നതാണ്. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വയറിനുള്ളിൽ ട്വിൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് വളരെ ആപത്തായ കാര്യമാണ്. പക്ഷേ താങ്കൾ അതൊന്നും കേൾക്കാതെ ബോക്സിംഗ് തീർച്ചയായിട്ടും ചെയ്യുമെന്നല്ലേ പറഞ്ഞത് ഡെലിവറിക്ക് ശേഷം? നേരാണ്. ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തു, അതായത് 3 years വരെ ബോക്സിംഗ് പോകാൻ പാടില്ലെന്ന്. അത് മുഖ്യമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹെൽത്ത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. അതും കടന്ന് നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിനും ഞങ്ങൾക്കും ഒരു റെസ്പോൺസും ഇല്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയാൽ അത് നിങ്ങളുടെ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. അതിന് ഞാൻ ശരി, ഓക്കെ, സാരമില്ലെന്ന് കരുതി. എന്റെ ഡെലിവറി കഴിഞ്ഞതും കുഞ്ഞിനെ ആക്കിയിട്ട് ഞാൻ ട്രെയിനിങ്ങിന് ചെന്നു. അല്ല പിന്നെന്ത് ചെയ്യാനാ? അങ്ങനെയാണ് പോയത്. ആ സമയത്ത് ട്രെയിനിങ് വളരെ അഗ്രസീവായിട്ട് ചെയ്തോ? എനിക്ക് അത്രയും ദാഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ കാരണം വയറ്റിൽ കത്തി കൊണ്ടു. അതുകൊണ്ട് പാടുണ്ടായി. അതുകൊണ്ട് ഉടനെ ചെയ്യാൻ സാധിച്ചില്ല. അകത്ത് ശക്തി കൂടുതലായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശരീരം മുഴുവനായി ഹീലായില്ല. അത്രേ ചെയ്യാൻ സാധിച്ചുള്ളൂ. എൻ്റെ കപ്പാസിറ്റിയുടെ അളവേ ഞാൻ ചെയ്തുള്ളൂ. അതിനുശേഷം പതുക്കെ പതുക്കെയാണ് ഞാൻ പുഷ് ചെയ്തത്. 3 monthsൽ ഞാൻ വീണ്ടും ഫിറ്റായി. അതായത് നമ്മുടെ അകത്തുള്ള ഇൻട്രസ്റ്റ് വളരെ മുഖ്യമാണ്. ആത്മാർത്ഥമായി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്നെ സംബന്ധിച്ച് തീർച്ചയായും വിജയ്. 3 മാസത്തിനുള്ളിൽ ഫിറ്റ് ആയതിനു ശേഷം താങ്കൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് വേൾഡ് ചാമ്പ്യനുമായി. ഇത് നമ്മുടെ രാജ്യത്തുള്ള ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പ്രഗ്നന്റ് ആയതിനു ശേഷം, ഡെലിവറി ആയതിനു ശേഷം ഒരു സ്ത്രീ റിങ്ങിൽ ചെന്ന് വേൾഡ് ചാമ്പ്യൻ ആകുന്നത്. അതെ. താങ്കൾ ആ ഫൈറ്റിന് പോയ സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് വന്നത്? അതായത് എൻ്റെ ഉള്ളിൽ വിശപ്പുള്ളതുവരെ, എൻ്റെ ദാഹമുള്ളതുവരെ ഞാൻ പോരാടാൻ തീരുമാനിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ കാറ്റഗറി ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ആകും, ഏഷ്യൻ ഗെയിംസിൽ ഇൻക്ലൂഡ് ആകുമെന്ന്. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് സമയമെടുത്തു. എൻ്റെ കാറ്റഗറി ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ആയതും 2, 3, 4 പ്രാവശ്യം ഞാൻ ഒളിമ്പിക്സിൽ ജയിച്ചു. നമ്മുടെ നാട്ടിന് ഞാൻ മെഡൽ വാങ്ങിക്കൊടുത്തു. കോമൺവെൽത്ത് ഗെയിം, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക് ഗെയിംസ്, ഈ 3 ഗെയിംസിലും നടന്നില്ല. ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല. അതുപോലെ അക്നോളജിയും വലുതായി കിട്ടിയില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് വന്ന് അർജുൻ അവാർഡ് നൽകി ഹോണർ ചെയ്തു. പക്ഷേ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഡെലിവറി ആയതിനു ശേഷം, കുട്ടികൾ ഉണ്ടായതിനു ശേഷം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല താങ്കൾ റിങ്ങിലേക്ക് പോയി ചാമ്പ്യൻ ആകുമെന്ന്. പക്ഷേ ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്ത് ചിന്തയായിരുന്നു വന്നത്? ആ ഫൈറ്റ് താങ്കൾ ചെയ്യാൻ പോകുന്ന സമയത്ത് താങ്കളുടെ മനസ്സിലുണ്ടായ തോന്നലുകൾ എന്താണ്? അതായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ പോകണമായിരുന്നു. എൻ്റെ മനസ്സിനകത്ത് അത് മാത്രമായിരുന്നു. എപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ റിങ്ങിനകത്തേക്ക് പോകുമെന്നത്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് ട്വിൻസ് ജനിച്ചു. ഞാൻ 3 monthsൽ ട്രെയിനിങ് കുട്ടികളുടെ എന്നോട് കൂടെ ഇരിക്കാൻ പറഞ്ഞു, എന്നോട് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ജീവിതം മുഴുവൻ ആക്റ്റീവായിരുന്ന് എനിക്കത് പ്രാക്ടീസായിപ്പോയി. എനിക്ക് വീട്ടിലിരിക്കാൻ വളരെ കഷ്ടമായിരുന്നു. അതായത് താങ്കൾ പങ്കെടുത്ത ആ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എനിക്ക് ജയിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു, അങ്ങനെ വല്ലതും? അതെ, പേടിയുണ്ടായിരുന്നു. അത് പിന്നെ 100% ട്രെയിനിങ് എടുക്കണമെന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്കത് പറ്റിയില്ല. ചില സമയങ്ങളിൽ ആ സ്കാറിൽ അല്പം ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. ചില സമയങ്ങളിൽ അത് വലിക്കുന്നത് പോലെയിരിക്കും, ചില സമയങ്ങളിൽ നല്ല വേദനയായിരിക്കും.
സോ അതുകൊണ്ട് മാക്സിമം എത്ര ട്രെയിനിങ് എടുക്കാൻ സാധിക്കുമോ അതെനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ ആ സമയത്ത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ബെസ്റ്റായിട്ട് കളിച്ചു. അവസാനം റിസൾട്ടും വന്നു. പ്രൗഡ് ഓഫ് യു, റിയലി Thank റെസ്പെക്ട് you. യു. ഇവിടെ യങ്ങേഴ്സ് ആരെങ്കിലും ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ചോദിക്കും. കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ്, ഇൻലോസ്, ഹൗസ് ഹോൾഡ് വർക്ക് ഇങ്ങനെ ഒരുപാട് ഉണ്ടാകും. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡിനെയും ഇൻലോസിനെയും എങ്ങനെ കൺവിൻസ് ചെയ്തു നിങ്ങളുടെ ബോക്സിംഗ് തുടരാൻ വേണ്ടിയിട്ട്? അതായത് ഫാമിലിയിലുള്ള പെൺകുട്ടികൾക്ക് പറയൂ. തീർച്ചയായിട്ടും അവർക്ക് ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. അതെ വരൂ. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. നിങ്ങളുടെ ഒരു ചില ഇൻലാസ് സപ്പോർട്ടായിട്ടും ഇരിക്കും ഈസിലി അല്ലേ. ഒരു ചില ഇൻലാസ് നിങ്ങൾ നോക്കിയാൽ പെർമിഷൻ നൽകില്ല, നിങ്ങളെ വെറുക്കാനും തുടങ്ങും. അവർക്കെതിരായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാനൊന്നും ദൈവമല്ല ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അമ്മായിയമ്മമാരും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊക്കെ നല്ല അമ്മായിയമ്മമാരെ കിട്ടണമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾ ഒരുപാട് അച്ചീവ് ചെയ്യണം. നിങ്ങൾക്കൊരുപാട് സ്നേഹവും സപ്പോർട്ടും കിട്ടണം. ഞാൻ പ്രാർത്ഥിക്കാം. താങ്കൾ ചോദിക്കും. മാം, ഇന്ത്യയിൽ പൊതുവായിട്ട് ആഫ്റ്റർ ഹാവിംഗ് കിഡ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാൽ അതിനുശേഷം അവരുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം, അവരെ നല്ല രീതിയിൽ നോക്കണം. അതെ അതെ പെണ്ണുങ്ങളെല്ലാം ആ പ്രഷറിൽ അവരുടെ കരിയർ തന്നെ അതെ വിട്ടുകളയാറുണ്ട്. അതെ. ഞങ്ങൾ അതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നീ പറയുന്നത് അതെങ്ങനെ മാനേജ് ശരിയാണ്. ചെയ്തു? ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം? വൺസ് വി ഗീവ് എ ബർത്ത്, ആ സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അതിനുശേഷം ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ കഷ്ടമാണ്. അതിനുശേഷം നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് അതിനെ കടന്നു ചെല്ലുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. നമ്മൾ മെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം. ഡബിൾ ട്രിപ്പിൾ അത്രത്തോളം വേണം. ആദ്യം ഞാൻ പറഞ്ഞത് വിൽ പവർ ശരിയല്ലേ. മെന്റലി സ്ട്രോങ് ആയിരിക്കുന്നത് വളരെ മുഖ്യമാണെന്ന് പറഞ്ഞു. ഇതുപോലത്തെ കാര്യങ്ങളിൽ ഡബിൾ ആയിരിക്കണം, ത്രിബിളായും ഇരിക്കണം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പൊതുവെ പെണ്ണുങ്ങൾക്ക് ഓരോ മാസവും പീരീഡ്സ് ടൈമിൽ 5-6 ദിവസത്തേക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും. ബാക്ക് പെയിൻ, മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ടാവാറുണ്ട്. താങ്കളും ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതുപോലുള്ള സമയത്ത് മാച്ചിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഫേസ് ചെയ്തത്? നല്ല ചോദ്യം. എക്സാക്ട്ലി ബീങ് എ ഗേൾ, ബീങ് എ വുമൺ, ദിസ് ഈസ് നേച്ചർ. ഇത് നാച്ചുറലായതാണ്. നമുക്ക് പീരീഡ്സ് വരുന്നത് അതാണ് പെണ്ണുങ്ങൾക്ക് മുഖ്യമായ സത്യമായ ഒരടയാളം. വി ആർ വുമൺ അല്ലേ. പീരീഡ്സ് വന്നില്ലെങ്കിൽ നമ്മൾ പെണ്ണല്ല എന്ന് പറയും അല്ലേ. എന്തു ചെയ്യാനാ? ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ പറയൂ. ഈ ബോഡി ട്രാൻസ്ഫോം ആകും. ആണുങ്ങളെ കണ്ടോ, നല്ല ബലത്ത ശരീരമായിരിക്കും. എന്തുപറ്റി? ജിമ്മിലൊക്കെ ചെന്ന് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ. അവരെന്താ കുറഞ്ഞവരാണോ? അവര് സ്ത്രീകളെ പോലെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നന്നായിരിക്കുമോ? ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരുപാട് പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിൽ കളിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഓരോ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും എനിക്ക് പീരീഡ്സ് വരും. മാത്രമല്ല എനിക്ക് എൻ്റെ വളരെ സ്ട്രോങ് ആയ ഒരു കാര്യം എന്താണെന്നാൽ പീരീഡ്സ് ടൈമിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിരിക്കും. ഭയങ്കരമായൊരു എനർജി കിട്ടും. പക്ഷേ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. ഒബ്വിയസ്ലി അത് വളരെ ഡിസ്കംഫർട്ടായിരിക്കും. ശരീരത്തിനകത്ത് എന്തൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് വളരെ കഷ്ടമായ കാര്യമാണ്. ഞാനും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പീരീഡ്സ് ടൈമിൽ ട്രെയിനിങ്ങിന് വരില്ല, 2-3 ദിവസത്തേക്ക് ലീവ് എടുക്കും.
പക്ഷേ ഇക്കാര്യത്തിൽ എന്റെ ബോഡിയിൽ എങ്ങനത്തെ ഹോർമോണാണ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ബോഡിയിൽ ഏത് ഹോർമോണാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അതുപോലെ തീർച്ചയായും സഹിക്കാനാവാത്ത പെയിനായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു, അല്ലേ? ശരിയല്ലേ? സോ യു ഹാവ് ടു നോ യുവർ ബോഡി. നിങ്ങളെ കൊണ്ട് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് എന്റെ ബോഡിയെ മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എനിക്കൊരിക്കലും മിസ്സായിട്ടില്ല. ഈവൻ ഡ്യൂറിങ് മൈ പീരിയഡ്സ് വളരെ വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്താൽ എനിക്ക് ലോസ്. ഇത്ര വർഷങ്ങളായി ഇത്ര അധ്വാനിച്ച് ഞാൻ ഇത്ര ദൂരം വന്നിരിക്കുകയാണ്. അത് തകർന്നു പോവില്ലേ? പിന്നെ എന്തു ചെയ്യാനാകും? അതുപോലുള്ള സമയത്തും നമ്മൾ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. എന്താ, ശരിയല്ലേ? കറക്റ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു സിറ്റുവേഷനിലും നമ്മൾ പേടിക്കാൻ പാടില്ല. അതെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും. ഞാൻ താങ്കളുടെ ഒരു ബൗട്ടിൽ സംഭവിച്ച കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2022 ആ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. റിങ്ങിൽ നിന്നും താങ്കളെ തോളിൽ ചുമന്നുകൊണ്ട് വരുന്ന ഒരു ഫോട്ടോ ആണ് കണ്ടത്. അത്രത്തോളം താങ്കൾക്ക് പരിക്ക് പറ്റിയിരുന്നു. നേരാണ്. അത് കോമൺവെൽത്ത് ഗെയിംസിൽ ട്രയൽ സെക്ഷൻ നടക്കുകയായിരുന്നു IG സ്റ്റേഡിയത്തിൽ. അപ്പോൾ എനിക്കുണ്ടായ ഇഞ്ചറി മൈനർ അല്ലായിരുന്നു, വളരെ മേജറായിരുന്നു. എന്റെ ACL, MCL, മിനിസ്കൽസ് മൂന്നും പ്രശ്നത്തിലായി. വെറും ACL മാത്രമായിരുന്നെങ്കിൽ 3 monthsൽ കംബാക്ക് കൊടുക്കായിരുന്നു. എനിക്ക് 1.5 വർഷമായി. അതിൽ പിന്നെ റീഹാബിലിറ്റേഷൻ, എല്ലാ എക്സസൈസും ഞാൻ തുടങ്ങി. അതിനുശേഷം ചില സമയങ്ങളിൽ എനിക്ക് തോന്നി എനിക്ക് ധൈര്യം നഷ്ടപ്പെട്ടു, ഞാൻ തോറ്റുപോയി എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അത് എത്ര പെയിൻഫുൾ ആയിരുന്നെന്നാൽ വളരെ അൺബെയറബിൾ പെയിൻഫുൾ ആയിരുന്നു. ഓപ്പറേഷൻ നടക്കുമ്പോൾ പോലും പ്ലീസ് ഡോക്ടർ എനിക്ക് വീണ്ടും ഇഞ്ചക്ഷൻ ഇടൂ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കേ, ഞാൻ വീണ്ടും പെയിൻ കില്ലേഴ്സ് ചോദിച്ചു. ശരീരത്തിൽ അവിടെവിടെയായി ഒരുപാട് ഇഞ്ചക്ഷൻ ഇട്ട് ഒരുപാട് ടാബ്ലറ്റ്സ് തന്നു. ട്രിപ്സൊക്കെ ഇട്ടു, എന്തൊക്കെ ചെയ്തു. പിന്നെ ഒരു ബട്ടണുണ്ട്, അതായത് 2 പെയിൻ കില്ലർ ഇവിടെ ഒന്ന് അവിടെ ഒന്ന് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു ബട്ടൺ എന്റെ കയ്യിൽ തന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഒരുപാട് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പെയിൻ അൺബെയറബിൾ ആണെങ്കിൽ പ്രസ് ദ ബട്ടൺ. ഞാനത് നിർത്താതെ അമർത്തിക്കൊണ്ടേയിരുന്നു. എന്തു ചെയ്യാനാ? ഞാൻ പറ്റുന്നത്ര എന്റെ മൈൻഡ് സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പോലും എനിക്ക് പറ്റിയില്ല. പക്ഷേ ദൈവമുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ പെട്ടെന്ന് എന്നെ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന്. പിന്നെ ഞാൻ കംബാക്ക് കൊടുക്കണമെന്നതിനു വേണ്ടി എന്റെ കാല് മുഴുവൻ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചു. അതായത് ഇങ്ങനെ. ഓക്കെ, ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് സൗണ്ടിങ്. സോ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഈ കാല് ബെൻഡ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ മടക്കുന്നത്. അത് വളരെ കഷ്ടമായിരുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് അത് വളരെ കഷ്ടമായിരിക്കും. ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക് യു OGQ ഫോർ ലവ് ആൻഡ് സപ്പോർട്ട്. എക്സ്പെഷ്യലി പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇഞ്ചുറി ആയിട്ടും താങ്കൾ റിക്കവറായി വീണ്ടും റിങ്ങിലേക്ക് തന്നെ എത്തി. ജനങ്ങളെല്ലാം ചോദിക്കുന്ന ചോദ്യം, മേരികോമിന്റെ അടുത്ത് അത്രയ്ക്ക് എന്താ ഉള്ളത്, എന്താണ് അവര് ആഹാരമായിട്ട് കഴിക്കുന്നതെന്ന്. അതായത് സത്യം എന്താണെന്നാൽ എനിക്ക് ഇഞ്ചുറി കൊണ്ടതിനു ശേഷം ഞാൻ ബോക്സിംഗ്, സ്പെഷ്യലി ജനങ്ങൾക്ക് വേണമെങ്കിൽ അറിയാതിരിക്കാം സിറ്റുവേഷൻ എന്താണ്, എന്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഞാൻ റിങ്ങിൽ നിന്നും പുറത്തു വന്നു, റിട്ടയർമെന്റ് എടുത്തെന്നൊക്കെ എല്ലാരും കരുതി കാണും. പക്ഷേ ബോക്സിംഗ് ഫെഡറേഷൻ അറിയാമല്ലോ. ഫെഡറേഷനിൽ നിന്ന് ഒരാൾ പോലും എന്നോട് വന്ന് ചോദിച്ചില്ല. പറയൂ. ഐ വാസ് ഷോക്ക്ഡ്. പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അതുപോലെ തന്നെ കോച്ച്, ഐ വാസ് ഷോക്ക്ഡ്. ആരും തന്നെ അന്വേഷിച്ചു വന്നില്ല. ഒരാൾ പോലും വന്നില്ല. അല്ല, ഞാൻ ചിന്തിച്ചു, 20 വർഷങ്ങളായി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് പോലും ഒരാൾ പോലും എന്നെ അന്വേഷിച്ചെത്തിയില്ല എനിക്ക് എന്തു പറ്റിയെന്ന്. ഒരു കേർട്ടസി പോലുമില്ല.
ഐ ഫീൽ സോ ബാഡ്. എനിക്ക് വളരെ കഷ്ടമായിരുന്നു. പോട്ടെ, ദൈവം അദ്ദേഹത്തെ തീർച്ചയായും ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കുമോ ഇല്ലയോ അത് ദൈവത്തിന്റെ കയ്യിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് ക്ഷമിച്ചു, അത്രയും തന്നെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. താങ്കൾക്ക് പാനിപ്പൂരി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അതെ, കണ്ടുപിടിച്ചു കളഞ്ഞു. നേരാണ് സർ. ഇവിടെ ആർക്കൊക്കെയാണ് പാനിപൂരി കഴിക്കാൻ ഇഷ്ടം? കൈ പൊക്കിക്കേ. ആ സാർ കണ്ട, എല്ലാരും കൈ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം താങ്കൾ 50 പാനിപ്പൂരിയാണ് കഴിച്ചത്. ഓ മൈ ഗുഡ്നസ്, ദൈവമേ, സത്യമാണ്. ആരംഭത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് പാനിപൂരി കഴിക്കുന്നതാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എന്നെ കൊണ്ടുപോയത്. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെ പഴയ നെഹ്റു സ്റ്റേഡിയം ഉണ്ടല്ലോ, ലോത്തി റോഡ്, അവിടെ ക്രോസ് ചെയ്ത് ചെന്നാൽ അവിടെ ഒരു ലോത്തി റോഡ് ഉണ്ടല്ലോ, അവിടെയാണ്. അദ്ദേഹം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ മുക്കി ഇങ്ങനെ ആ പൂരി പൊട്ടിച്ചു മുക്കി. ഇപ്പൊ അത് ചിന്തിച്ചാൽ അത് അത്ര ഹൈജീനായ സ്ഥലം പോലുമല്ല. നിങ്ങൾ നോക്കിയാൽ ഏരിയ പോലും വൃത്തിയില്ല. പക്ഷേ ഇപ്പോൾ നന്നായി മാറിയിട്ടുണ്ട്. പക്ഷേ പാനിപ്പൂരി നന്നായിരിക്കും. സർ, ഞങ്ങൾ വന്ന് എന്തു പറ്റിയെന്നാൽ നല്ലതാണോ ചീത്തയാണോന്ന് എനിക്കറിയില്ല. 2 വീക്സിന് ശേഷം ഞങ്ങൾ ടൂർ പോകണം. സെലക്ഷനായി, പിന്നെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. വെയിറ്റ് നമ്മൾ എപ്പോഴും കൺട്രോളിൽ വെച്ചിരിക്കണം. ഓരോ ദിവസവും നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും കഴിച്ച് വെയിറ്റ് ഇടാൻ പാടില്ല. സോ ആഹാരം കഴിച്ചില്ല, ഫാസ്റ്റിംഗ് ആണ്. പക്ഷെ പാനിപൂരി 50 എണ്ണം. അയ്യോ, ആ സമയത്ത് ഒരെണ്ണം 1 രൂപയാണ്. പറയൂ, 50 എല്ലാം ഒരു പ്രശ്നമേ അല്ല. കഴിച്ചുകൊണ്ടേയിരുന്നു, ഒന്നും പറ്റിയില്ല. എനിക്കത് തുടക്കത്തിൽ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നെന്താ, ഇപ്പോഴും എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര കഴിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ 2-3 എണ്ണം കഴിച്ച ഉടനെ വയറ് ഫുള്ളാകുന്നു. ആ സമയത്ത് ഞാൻ എത്രത്തോളം കഴിച്ചെന്ന് വെച്ചാൽ അത്രത്തോളം തരുന്നതൊക്കെ കഴിച്ചോണ്ടേയിരുന്നു. പക്ഷെ വെയിറ്റ് കൂടുമെന്ന് പേടിച്ച് 50ഓടെ ഞാൻ നിർത്തി, പിന്നെ കഴിച്ചില്ല. ഓ മൈ ഗോഡ്, അത് ഞാൻ മാത്രമല്ല, എന്റെ പാർട്ട്ണർ, അവളും ഉണ്ടായിരുന്നു, ജെനി, മിസോറാമിലെ പെണ്ണ്. 2 പേരും ചേർന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. ആവശ്യത്തിലധികം 2 പേരും പാനിപൂരി കഴിച്ചു. ആഹാരം പോലും കഴിക്കാതെ അത് കഴിച്ചു. ആഹാരം കഴിച്ചാൽ വെയിറ്റ് കൂടുമെന്ന് പാനിപൂരി കഴിച്ചു. നിങ്ങൾ വളരെ നന്നായിട്ട് പാടുമല്ലോ. പ്ലീസ് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊന്ന് പാടാവോ? बरी हो जाओ बरियों के रानी, क्या होगा मेरी प्रेम कहानी, मेरे सवालों का जवाब दो ना, हाँ दो ना.